വെൽക്കം ടു ടെക് PSC. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ബോട്ടണിയിൽ ഏതൊരു PSC എക്സാമിനും ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പോൾ ഏകദേശം 2 മാർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് സെല്ലിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. സെൽ എന്ന് പറയുന്നത് കോശം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം. ഇത് ദ സ്മോളസ്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. അപ്പോൾ സെൽ എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന അല്ലെങ്കിൽ നമ്മുടെ ടിഷ്യൂ എന്ന് പറയുമ്പോൾ സെല്ലിൽ നിന്നാണ് എല്ലാം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ കോശത്തിൽ നിന്നാണ്, നമ്മളൊരു ഹ്യൂമൻ എന്ന് പറയുമ്പോൾ ഓരോ സെല്ലിൽ നിന്നാണ് അതിന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഒരു ബിൽഡിങ്ങിന്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്രിക്സ് ആണെങ്കിൽ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ ബ്രിക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് സെല്ലിനെയാണ്. ഓക്കെ, അപ്പം സെൽ ഇസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലിവിങ് ഓർഗാനിസം. സെല്ലിന്റെ ഡിസ്കവറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റോബർട്ട് ഹുക്ക് ഇൻ 1665 ആണ് നമ്മുടെ സെല്ല് ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്തത്. റോബർട്ട് ഹുക്ക് 1665 ഒബ്സർവ് ദ കോക്ക് സെൽ. കോക്ക് സെല്ലാണ് ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്തത് യൂസിങ് എ സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇപ്പൊ ലിവിങ് ഓർഗാനിസത്തിനെ ഒന്നുകിൽ സെല്ലിന്റെ ബേസിസിൽ നമുക്ക് യൂണിസെല്ലുലാർ ആയിട്ട് തരംതിരിക്കാം, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിട്ടും തരംതിരിക്കാം. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ സെല്ല് കൊണ്ടായിരിക്കും ആ ഓർഗാനിസത്തിനെ മേഡപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക. എന്നാൽ മൾട്ടി സെല്ലുലാർ ആണെങ്കിലോ ഇങ്ങനത്തെ ധാരാളം സെല്ലുകൾ എല്ലാം കൂടി ചേർന്ന് വേരിയസ് ടിഷ്യൂ ഫോം ചെയ്തിട്ടായിരിക്കും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ യൂണിസെല്ലുലാർ ഓർഗാനിസം ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് ബാക്ടീരിയയും അമീബയും. ഓക്കെ, ആൻഡ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് എക്സാമ്പിൾ ആണ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഈ സെല്ലിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? എല്ലാ ബയോളജിക്കൽ പ്രോസസ്സുകളും നടക്കുന്നത് സെല്ലിന്റെ അകത്താണ്, അതായത് കോശത്തിന് അകത്താണ്. അപ്പോൾ സെല്ലിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ സ്ട്രക്ചറിനുള്ളിൽ ഓരോ കണ്ടന്റ്സിനും അല്ലെങ്കിൽ ഓരോ എലമെന്റ്സിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻസ് പെർഫോം ചെയ്തിട്ടാണ് എല്ലാ ബയോളജിക്കൽ പ്രോസസ്സും സെല്ലിൽ നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു സെല്ല് ഇസ് ദ ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സൈറ്റോളജി എന്നാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സൈറ്റോളജി നമ്മൾ സെല്ലിന്റെ സ്ട്രക്ചർ, ഫങ്ഷൻ എന്നിവയെ പറ്റി പഠിക്കുന്നതിനെയാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. ഓക്കെ, സെല്ലിന്റെ ഓർഗനൽസിനെ, സെല്ലിനെ പറ്റിയിട്ടും ഓരോ ഓർഗനൽസിന്റെ സ്ട്രക്ചർ, അതിന്റെ ഫങ്ഷൻ, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ സൈറ്റോളജി എന്ന ഈ ഒരു ബ്രാഞ്ചിൽ പഠിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഫാദർ ഓഫ് സൈറ്റോളജി, ദാറ്റ് ഈസ് റോബർട്ട് ഹുക്ക്. അതായത് നമ്മൾ കുറച്ചു മുൻപ് പറഞ്ഞ ആ ഒരു സയന്റിസ്റ്റ് അല്ലെ, കോർക്ക് സെല്ലില് ആദ്യമായിട്ട് സിമ്പിൾ മൈക്രോസ്കോപ്പിൽ സെൽ എന്ന ഒരു അടിസ്ഥാന ഘടകം ലിവിങ് ഓർഗാനിസത്തിന് ഉണ്ട് എന്ന് പറഞ്ഞ അതേ സയന്റിസ്റ്റ് തന്നെയാണ് ഫാദർ ഓഫ് സൈറ്റോളജി, ദാറ്റ് ഈസ് റോബർട്ട് ഹുക്ക്. അപ്പം അദ്ദേഹത്തിന്റെ കോർക്ക് സ്ലൈസസിലെ സെല്ലിലെ ആ ഒരു ഒബ്സർവേഷൻ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ നമ്മൾ ഫാദർ ഓഫ് സൈറ്റോളജി ആയിട്ട് കണക്കാക്കുന്നത്.
അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പബ്ലിക്കേഷൻ ആണ്, ഓർത്തു വയ്ക്കുക, മൈക്രോഗ്രാഫിയ. MICROGRAPHIA മൈക്രോഗ്രാഫിയ എന്ന പബ്ലിക്കേഷനിലാണ് റോബർട്ട് ഹുക്ക് അദ്ദേഹത്തിന്റെ സിമ്പിൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടുള്ള കോർക്ക് സ്ലൈസിലെ ഒബ്സർവേഷൻ എല്ലാം തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഫാദർ ഓഫ് മോഡേൺ സൈറ്റോളജി. ഇപ്പൊ സൈറ്റോളജിയുടെ ഫാദർ എന്ന് ചോദിച്ചാൽ റോബർട്ട് ഹുക്ക് ആണ്. എന്നാൽ മോഡേൺ സൈറ്റോളജി എന്ന് എടുത്തു ചോദിച്ചിട്ട് മോഡേൺ സൈറ്റോളജിയുടെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ സൈറ്റോളജി എന്ന് ചോദിച്ചാൽ ആരാണ്? സ്വാൻസൺ ആണ്. ഓക്കെ, ഈ സ്വാൻസണിനെ പറ്റിയിട്ടും റോബർട്ട് ഹുക്കിനെ പറ്റിയിട്ടും ഇനിയും നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ ധാരാളം കോൺട്രിബ്യൂഷൻസ് നമ്മൾ പഠിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ഇനി നമ്മൾ സെൽ ബയോളജി എന്താണെന്നുള്ളത് നോക്കാൻ പോവാണ്. സെൽ ബയോളജി, നമ്മൾ ഈ സെൽ ബേസിക് ആൻഡ് യൂണിറ്റ് ഓഫ് ലൈഫ് പറയുമ്പോൾ എന്താണ് സെൽ ബയോളജി? ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ് സെല്ലിന്റെ പല മോർഫോളജി, പല ആസ്പെക്റ്റുകളായിട്ടുള്ള മോർഫോളജി, അനാട്ടമി, സ്ട്രക്ചർ, ഫങ്ഷൻ, ഫിസിയോളജി, ബയോകെമിസ്ട്രി, റീപ്രൊഡക്ഷൻ. ഇതൊക്കെ എന്താണ്? സെല്ലിന്റെ വേരിയസ് ആസ്പെക്ട്സ് ആണ്. ഈ ആസ്പെക്റ്റുകളെ ഒക്കെ പറ്റിയിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ബയോളജിനെയാണ് നമ്മൾ സെൽ ബയോളജി എന്ന് പറയുന്നത്. അപ്പൊ സെൽ ബയോളജിയുടെ പിതാവ് കൂടിയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ മോഡേൺ സൈറ്റോളജിയുടെ ഫാദർ ആയിട്ടുള്ള സ്വാൻസൺ. ഓക്കെ, ഇപ്പൊ സ്വാൻസൺ എന്ന് പറയുന്നത് സെൽ ബയോളജിയുടെ പിതാവാണ്, അതേപോലെ മോഡേൺ സൈറ്റോളജിയുടെ പിതാവ് കൂടിയാണ്. അപ്പം മറന്നു പോകരുത്. ഈ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഉള്ള സയന്റിസ്റ്റ് ആണ് നമുക്ക് കൂടുതലും കൺഫ്യൂസ് ആവുന്നത്. ഒരു കോൺട്രിബ്യൂഷൻ, ഒന്നോ രണ്ടോ കോൺട്രിബ്യൂഷൻ ഉള്ള സയന്റിസ്റ്റുകൾക്ക് നമ്മൾ പെട്ടെന്ന് അങ്ങനെ മറക്കില്ല. പക്ഷെ സ്വാൻസൺ ഇപ്പോൾ നമ്മൾ എവിടെയൊക്കെ പഠിച്ചു? സെൽ ബയോളജിയുടെ ഫാദർ ആയിട്ടും പഠിച്ചു, അതേപോലെ മോഡേൺ സൈറ്റോളജിയുടെ ഫാദർ ആയിട്ടും പഠിച്ചു. ഫസ്റ്റ് ലിവിങ് സെൽ ബാക്ടീരിയയിൽ ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്യുന്നത് ആന്റോൺ വാൻ ലിവൻഹുക്ക് ആണ് 1674. അപ്പൊ ആദ്യമായിട്ട് ഒരു ജീവനുള്ള കോശം, അതായത് ഒരു ബാക്ടീരിയൽ സെല്ലാണ് ഒരു ജീവനുള്ള കോശമായിട്ട് ആന്റോൺ വാൻ ലിവൻഹുക്ക് 1674 കണ്ടുപിടിക്കുന്നത്. അപ്പം അത് ഓർത്ത് വെക്കുക, ഏത് സെല്ലാണ്? ബാക്ടീരിയൽ സെല്ലായിരുന്നു. ഇയർ ഓർക്കുക, 1674 ഡിസ്കവേർഡ് ബൈ ആന്റൺ വാൻ ലിവൻഹുക്ക്. ഫസ്റ്റ് ലിവിംഗ് സെൽ എന്നുകൂടി ഓർത്തു വയ്ക്കാം. ഫസ്റ്റ് ബാക്ടീരിയൽ സെൽ എന്നോ അങ്ങനെ പ്ലാന്റ് സെൽ എന്നോ ഒന്നുമല്ല, ഫസ്റ്റ് ലിവിംഗ് സെൽ എന്നാണ്, അത് വിട്ടുപോകുന്നത്. അദ്ദേഹം ഓൾസോ പ്രോട്ടിസ്റ്റൻ സെൽസ്, അതേപോലെ RBC, സ്പേം സെൽസ്, ഇങ്ങനെയുള്ള കുറച്ച് സെൽസും ആനിമൽ സെൽസിന്റെ അണ്ടറിൽ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ഈ പ്രോട്ടിസ്റ്റൻ സെല്ലും RBCയും സ്പേം സെല്ലും എല്ലാം ആനിമൽ സെൽസിന്റെ അണ്ടറിൽ വരുന്ന സെല്ലുകളാണ്. അപ്പൊ ഈ സെൽസ് എല്ലാം ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്യുന്നത് ആന്റൺ വാൻ ലിവൻഹുക്ക് ആണ്. അദ്ദേഹത്തിന്റെ ബാക്ടീരിയൽ സെൽ അദ്ദേഹം ആദ്യമായിട്ട് ഫസ്റ്റ് ലിവിംഗ് സെൽ ആയിട്ട് കണ്ടുപിടിച്ച ആ ഒരു കോൺട്രിബ്യൂഷൻ 1674 എന്നുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കാം. ഓക്കെ, ഈ നമ്മൾ ഓരോ സെല്ലിന്റെ ഓരോ ബാക്ടീരിയൽ സെൽ, ഇങ്ങനെ ആനിമൽ സെൽ, അങ്ങനെ ഓരോ സെല്ലുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ബാക്ടീരിയ ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലാണ്. നമ്മൾ വരുന്ന സ്ലൈഡിൽ എന്താണ് പ്രോക്യാരിയോട്ടിക് സെൽ, എന്താണ് ഒരു യൂക്യാരിയോട്ടിക് സെല്ലും പ്രോക്യാരിയോട്ടിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ്, ഇതെല്ലാം നമ്മൾ വരുന്ന സ്ലൈഡിൽ കാണാം. അപ്പോൾ ബാക്ടീരിയ എന്ന് പറയുന്നത് ഒരു പ്രോക്യാരിയോട്ടിക് സെല്ലാണ്. അപ്പൊ പ്രോക്യാരിയോട്ടിക് സെൽ ആയിട്ടുള്ള ബാക്ടീരിയ, അല്ലെങ്കിൽ ഒരു ലിവിംഗ് ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയ എന്നൊരു ടേം ആദ്യമായിട്ട് കോയിൻ ചെയ്ത വ്യക്തി CG എഹ്റൻബെർഗ് ആണ്. ഓക്കെ, CG എഹ്റൻബെർഗ് ആണ് ആദ്യമായിട്ട് ബാക്ടീരിയ എന്ന ഒരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ബാക്ടീരിയനെ റെയിൻ വാട്ടറിൽ നിന്നും ടാർട്ടർ എന്ന ഒരു പദാർത്ഥത്തിൽ നിന്നും അദ്ദേഹം ബാക്ടീരിയനെ ഒബ്സർവ് ചെയ്തു. അതിനുശേഷം അൽഫോൺസോ കോട്ടി എന്ന സയന്റിസ്റ്റ് ആദ്യമായിട്ട് പ്രോട്ടോപ്ലാസം എന്ന കണ്ടന്റ് സെല്ലിനുള്ളിൽ ഒബ്സർവ് ചെയ്യുകയാണ്. ഓക്കെ, പ്രോട്ടോപ്ലാസം നമ്മൾ സെല്ലിന്റെ ഓരോ സ്ട്രക്ചർ ഇനി അങ്ങോട്ട് പഠിക്കും. ഓക്കെ, അപ്പം സെല്ലിന്റെ സെൽവോള് പുറത്തുണ്ടാവും. അപ്പം അതിനുള്ളിലുള്ള കണ്ടന്റിനെയാണ് നമ്മൾ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ജുഡാദിൻ എന്ന ആ ഒരു സയന്റിസ്റ്റ് ആണ് സാർക്കോഡിൻ എന്ന ടേം പ്രോട്ടോപ്ലാസത്തിന് കൊടുത്തത്. അപ്പൊ അൽഫോൺസോ കോട്ടി ആദ്യമായിട്ട് പ്രോട്ടോപ്ലാസം ഒബ്സർവ് ചെയ്തു. എന്നാൽ
ആ ഒരു പ്രോട്ടോപ്ലാസത്തിന് സാർകോഡിൻ എന്ന പേര് നൽകിയത് എഫ് ദുഡാർജിൻ എന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ഈ സ്പെല്ലിംഗ് ഓർക്കുക, പ്രൊനൗൺസിയേഷൻ നോക്കണമെങ്കിൽ കൂടി നിങ്ങൾ ഈ സ്പെല്ലിംഗ് നോക്കി എല്ലാം പഠിക്കാം. ജസ്റ്റ് ആ ഒരു പ്രൊനൗൺസിയേഷൻ സ്പെല്ലിംഗ് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഉള്ള രീതിയിൽ മനസ്സിലാക്കി വെക്കുക. മറ്റൊരു സയന്റിസ്റ്റിനെ കൂടി പരിചയപ്പെടുത്താണ് പുർക്കിൻജെ. He coined the term protoplasm for sarcodin. അപ്പൊ സാർകോഡിൻ എന്ന ടേം ആദ്യമായിട്ട് വിളിച്ചത്, ഇപ്പോ അൽഫോൺസോ കോട്ടി ഒരു പദാർത്ഥം ഒബ്സർവ് ചെയ്തു, ആ ഒരു പദാർത്ഥം പ്രോട്ടോപ്ലാസം ആണോ സാർകോഡിൻ ആണോ എന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം ഒരു കണ്ടന്റ്, ആ ഒരു കണ്ടന്റ് എന്താണ് എന്നുള്ളത് എക്സ് ആയിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. ആ ഒരു കണ്ടന്റിനെ സാർകോഡിൻ എന്ന് വിളിച്ചത് എഫ് ദുഡാജിൻ എന്ന സയന്റിസ്റ്റ് ആണ്. എന്നാൽ പുർക്കിൻജെ എന്ന സയന്റിസ്റ്റ് 1839 പ്രോട്ടോപ്ലാസം എന്ന ആ ഒരു ടേം സാർകോഡിൻ എന്ന പദാർത്ഥത്തിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പോർഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഇനി നമ്മൾ സെൽ തിയറി, കുറച്ച് സെൽ തിയറികളിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഓരോ സയന്റിസ്റ്റുകളും സെല്ലിനെ പറ്റിയിട്ട് ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള സെല്ലിനെ പറ്റിയുള്ള തിയറീസ് പറഞ്ഞു. അപ്പൊ ആദ്യമായിട്ട് 1839 ഒരു സെൽ തിയറി വരികയാണ്. പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് M.J. ഷീൽഡൻ ആൻഡ് ഷ്വാൻ. അപ്പോ ഈ ഒരു തിയറിക്ക് ഷീൽഡൻ ആൻഡ് ഷ്വാൻ തിയറി എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഓർത്തു വെക്കാം. അപ്പൊ ഈ ഒരു തിയറിയുടെ പ്രത്യേകത എന്താണ്? 1839 ഈ ഒരു തിയറി M.J. ഷീൽഡൻ ആൻഡ് T. ഷ്വാൻ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അവർ തിയറി കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ഒരു തിയറി രണ്ട് രീതിയിൽ നമുക്ക് പറയാം. അതായത് M.J. ഷീൽഡൻ പ്ലാൻ ബോഡീനെ മാത്രം പറ്റിയിട്ടായിരുന്നു സെൽ തിയറി 1838 പറഞ്ഞത്. എന്നാൽ T. ഷ്വാൻ 1839 ആനിമൽ സെല്ലിനെ പറ്റിയിട്ടും പ്ലാന്റ് സെല്ലിനെ പറ്റിയിട്ടും രണ്ട് കോശങ്ങളെ പറ്റിയിട്ടുമുള്ള സെൽ തിയറി T. ഷ്വാൻ പറഞ്ഞു. അപ്പോ നമ്മൾ പൊതുവെ പറയുന്നത് ഷീൽഡൻ ആൻഡ് ഷ്വാൻ തിയറി എന്നാണെങ്കിൽ കൂടി ഈ ഒരു ഇയറിലുള്ള വ്യത്യാസം നിങ്ങൾ ഓർത്തിരിക്കുക. 1838 M.J. ഷീൽഡൻ സെൽ തിയറിയിൽ പ്ലാന്റ് ബോഡി ബേസ് ചെയ്തിട്ടുള്ള തിയറി പറഞ്ഞു. എന്നാൽ 1839 T. ഷ്വാൻ എന്ന സയന്റിസ്റ്റ് ആനിമൽ സെല്ലിനെ പറ്റിയിട്ടും പ്ലാന്റ് സെല്ലിനെ പറ്റിയിട്ടുമുള്ള സെൽ തിയറി പറഞ്ഞു. ശേഷം 1855 റുഡോൾഫ് വിർച്യു എന്ന സയന്റിസ്റ്റ് മോഡേൺ സെൽ തിയറി പ്രപ്പോസ് ചെയ്യുകയാണ്. ഈ ഒരു മോഡേൺ സെൽ തിയറിയിലാണ് അദ്ദേഹത്തിന്റെ മെജോറിറ്റി ഓഫ് ഓർഗാനിസംസ് ആർ മെയ്ഡ് ഓഫ് സെൽ എന്ന ഒരു പ്രസ്താവന പറയുന്നത്. അതായത് ഭൂരിഭാഗം ലിവിങ് ഓർഗാനിസവും സെൽ കൊണ്ടിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളൊരു ബിൽഡിംഗ് അല്ലെ, ബിൽഡിംഗ് എങ്ങനെയാണ് പോകുന്നത്? ഒരു ബിൽഡിംഗ് ബ്രിക്സ് വെച്ചിട്ട് ഒരു ബിൽഡിംഗ് നമ്മൾ ഇങ്ങനെ കേട്ടോ അല്ലെ, ഒരു വീട് പണിയുമ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ ബ്രിക്സ് വെക്കുന്നത്? അതേപോലെയാണ് കോശമാണ് ലിവിങ് ഓർഗാനിസത്തിന്റെ അടിസ്ഥാന ഘടകം. ഓരോ കോശത്തിൽ നിന്നാണ് ഓരോ ടിഷ്യൂവിൽ നിന്നാണ് ഓർഗൻ വരുന്നതെന്നും എന്നുള്ള ആ ഒരു ഫർദർ ഡെവലപ്മെന്റ്സ് എല്ലാം വന്നത് ഈ ഒരു ബേസിക് സെൽ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ആണ്. റുഡോൾഫ് വിർച്യു 1885 മറ്റൊരു പ്രപ്പോസിഷൻ കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. സെൽ ലീനിയേജ് എന്നൊരു തിയറി അദ്ദേഹം 1855 തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സെൽ നെവർ അറൈസ് ബൈ ബയോസിന്തസിസ് ഡി നോവോ. സെല്ല് ബയോസിന്തസിസ് വഴിയല്ല, ബട്ട് ഓൺലി ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. ഒരു സെല്ല് ഉടലെടുക്കുന്നത് പ്രീ എക്സിസ്റ്റിംഗ് സെല്ലാണ്. അതായത് ഒരു സെല്ല് ഉണ്ടെങ്കിൽ ആ ഒരു സെല്ലിൽ നിന്നായിരിക്കും പുതിയ ഒരു സെല്ല് വരുന്നത് എന്നാണ് ആര് പറഞ്ഞത്? റുഡോൾഫ് വിർച്യു 1855 പറഞ്ഞത്, 1855 പറഞ്ഞത്. അപ്പൊ 1855 തന്നെയാണ് അദ്ദേഹം മോഡേൺ സെൽ തിയറി എന്നുള്ള ഒരു പ്രസ്താവന പറയുന്നത്. അതിലെന്താണ് അദ്ദേഹം പറഞ്ഞത്? ഭൂരിഭാഗം ഓർഗാനിസവും കോശം അല്ലെങ്കിൽ സെല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പോ 1855 തന്നെ റുഡോൾഫ് വിർച്യു രണ്ട് പ്രസ്താവനകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. റോബർട്ട് ബ്രൗൺ 1839 ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്യാണ്. എവിടെ നിന്നാണ് ഡിസ്കവർ ചെയ്യുന്നത്? ഓർക്കിഡ് റൂട്ട് സെല്ലിൽ നിന്നാണ് റോബർട്ട് ബ്രൗൺ 1831 ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്യുന്നത്. എന്താണ് ന്യൂക്ലിയസ്? നമ്മൾ ഇനി വരുന്ന സ്ലൈഡുകളിൽ കാണും.
സെല്ലിന്റെ ജനറ്റിക് മെറ്റീരിയൽ ക്യാരി ചെയ്യുന്ന ഒരു മെയിൻ ഓർഗനലാണ് ന്യൂക്ലിയസ്. അപ്പൊ ന്യൂക്ലിയസ് എന്താണ്? ന്യൂക്ലിയസ് പ്രൊകാരിയോട്ടിക് സെല്ലിൽ എങ്ങനെയാണ്? ഒരു യൂക്യാരിയോട്ടിക് സെല്ലിൽ ന്യൂക്ലിയസ് ഉണ്ടോ? ഇതൊക്കെ നമ്മൾ വരുന്ന സ്ലൈഡിൽ കാണുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ സ്ലീഡൻ ആൻഡ് ഷ്വാൻ പറഞ്ഞ ആ ഒരു സെൽ തിയറിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ പ്രപ്പോസ്ഡ് ബൈ മാത്തിയാസ് സ്ലീഡൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് തിയോഡർ ഷ്വാൻ ഇൻ ആനിമൽസ്. അപ്പോൾ സെൽ തിയറിയുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എല്ലാ ലിവിങ് ഓർഗാനിസമും ഒന്നോ അതിൽ കൂടുതലോ സെല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമതായിട്ട് പറഞ്ഞത് സെല്ല് ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണെന്നും രണ്ടാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നു. മൂന്നാമത്തെ പ്രിൻസിപ്പിളിൽ പറയുന്നത് ഒമ്നിസ് സെല്ലുല ഈ സെല്ലുല എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഒമ്നിസ് സെല്ലുല ഈ സെല്ലുല. ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റ് സെൽ. ദാറ്റ് ഇസ് റുഡോൾഫ് വിർച്യു. റുഡോൾഫ് വിർച്യുവിന്റെ അല്ലെ റുഡോൾഫ് വിർച്യുവിന്റെ റുഡോൾഫ് വിർച്യു എന്ന സയന്റിസ്റ്റ് ആണ് ഈ ഒരു കാര്യം അല്ലെ പ്രീ എക്സിസ്റ്റ് സെൽസിൽ നിന്നാണ് ഒരു സെല്ല് വരുന്നത് എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോ സെൽ തിയറി ആരൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്? സ്ലീഡൻ ആൻഡ് ഷ്വാൻ, അതേപോലെ റുഡോൾഫ് വിർച്യു. ഇപ്പൊ മോഡേൺ സെൽ തിയറിയും നമ്മുടെ ഫസ്റ്റ് വന്ന സ്ലീഡൻ ആൻഡ് ഷ്വാൻ സെൽ തിയറി, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇയർ എന്താണ് അവര് പ്രധാനമായിട്ടും അതിൽ പറഞ്ഞ പ്രസ്താവനകൾ, ഇത് രണ്ടും ഓർത്തിരിക്കാം. ഇനി നമ്മൾ സെല്ലിന്റെ ഷേപ്സിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഷേപ്പ് ഓഫ് സെൽ, അതായത് ഓരോ സെല്ലുകളും ചേർന്നിട്ടാണ് ലിവിങ് ഓർഗാനിസം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ ബോഡിയിൽ സെല്ല് കൊണ്ട് നിർമ്മിച്ച എത്ര ടിഷ്യൂസും എത്ര ഓർഗൻസും ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഒരു ഫംഗ്ഷൻ ആണോ ചെയ്യുന്നത്? അതിന്റെ സ്ട്രക്ചറുകൾ സെയിം ആണോ? അല്ല. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ സെല്ലിന്റെ സ്ട്രക്ചറിന്റെയും ഫംഗ്ഷന്റെയും അടിസ്ഥാനത്തിൽ നമ്മളിപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ ബോഡി തന്നെ എടുക്കുക. ഹ്യൂമൻ ബോഡിയിൽ എത്ര തരത്തിലുള്ള സെൽസ് ഉണ്ട്? ബോൺ സെൽസ് ഉണ്ട്, ബ്ലഡ് സെൽസ് ഉണ്ട്, സ്കിൻ സെൽസ് ഉണ്ട് അല്ലെ. അപ്പം ഇങ്ങനെയുള്ള ധാരാളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽസ് എങ്ങനെയാണ് വരുന്നത്? സെൽ മോഡിഫിക്കേഷൻ അല്ലെ സെൽ ഡിഫറൻഷിയേഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പല സെല്ലുകൾ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓരോ സെല്ലിന്റെയും ഷേപ്പ് വ്യത്യസ്തമാണ്. ആ ഒരു ഷേപ്പ് ഇരിക്കുന്നത് ആ ഒരു സെൽ ചെയ്യുന്ന സ്ട്രക്ചർ അതിന്റെ ഫംഗ്ഷൻ അടിസ്ഥാനമായിട്ടായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ റെഡ് ബ്ലഡ് സെല്ലിനെ പറ്റിയിട്ടാണ്, അതിന്റെ ഷേപ്പ് ആണ് നോക്കാൻ പോകുന്നത്. റെഡ് ബ്ലഡ് സെൽ അല്ലെങ്കിൽ എന്താണ്? RBC അല്ലെ. ബ്ലഡ് സെൽ, ബ്ലഡിന് റെഡ് നിറം കൊടുക്കുന്ന സെല്ലാണ് റെഡ് ബ്ലഡ് സെൽ. അപ്പൊ ഈ RBCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ആൻഡ് ബൈ കോൺകേവ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ബേസിക് NCERT ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം RBCയുടെ ഒരു പിക്ചർ നമ്മുടെ NCERTയിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. ബൈ കോൺകേവ് ആണ്, ഒരു സർക്കുലർ ഷേപ്പിൽ വന്നിട്ട് ഇവിടെ കോൺകേവ് അല്ലെ, അപ്പുറവും ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ RBC ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾക്ക് 3D ആയിട്ട് കാണിച്ചാലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു NCERTയിലെ ആ ഒരു പിക്ചർ തന്നെ നോക്കുക. WBC ദാറ്റ് ഈസ് വൈറ്റ് ബ്ലഡ് സെൽ. വൈറ്റ് ബ്ലഡ് സെൽ എന്ന് പറയുന്ന ഏത് ഷേപ്പാണ്? അമീബോയിഡ് ഷേപ്പാണ്. അമീബോയിഡ് എന്ന് പറയുന്നത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഷേപ്പുകളൊന്നും ഇല്ല. ഓക്കെ. ട്രക്കീഡ് എന്ന് പറയുന്നത് ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലാണ് ട്രക്കീഡ് സെൽ. അതേപോലെ കോളംനാർ എപ്പിത്തീലിയം. കോളംനാർ എപ്പിത്തീലിയം ഇസ് എ ടൈപ്പ് ഓഫ് സെൽ. പാലിസേഡ് ദാറ്റ് ഈസ് ലോങ് ആൻഡ് നാരോ ആയിട്ടുള്ള ഷേപ്പാണ് കോളംനാർ എപ്പിത്തീലിയത്തിനുള്ളത്. അതേപോലെ മീസോഫിൽ സെൽസ്, മീസോഫിൽ ഇൻ പ്ലാന്റ് സെൽസ് ദാറ്റ് ഈസ് റൗണ്ട് ആൻഡ് ഓവൽ. ഇങ്ങനെ റൗണ്ട് ഓവൽ ഷേപ്പിലാണ് മീസോഫിൽ സെല്ല് പോകുന്നത്. ന്യൂറോൺ ആണെങ്കിലോ ലോങ് ആൻഡ് ബ്രാഞ്ചി ആയിട്ടാണ് അല്ലെ ന്യൂറോൺ സെല്ല് പോകുന്നത്. ലോങ് ആൻഡ് ബ്രാഞ്ചി ആയിട്ടാണ് ന്യൂറോൺ സെല്ല് പോകുന്നത്. അതേപോലെ ഗ്വാഡ് സെൽ നമ്മുടെ പ്ലാന്റിന്റെ സ്റ്റൊമാറ്റ അല്ലെ, സ്റ്റൊമാറ്റ കൺട്രോൾ ചെയ്ത, സ്റ്റൊമാറ്റയുടെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കൺട്രോൾ ചെയ്യുന്ന സെല്ലാണ് ഗ്വാഡ് സെൽ. ഗ്വാഡ് സെല്ലിന്റെ ഷേപ്പ് കണ്ടിട്ടുണ്ടോ? ബീൻ ഷേപ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് റെനിഫോം എന്ന് പറയാം.
അപ്പൊ ഓരോ സെൽസിന്റെയും ഷേപ്പ് അല്ലെ. അപ്പം അത് നിങ്ങൾ മേ ബി നിങ്ങൾക്ക് MCQ ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടോ വരെ നമുക്ക് ചോദിക്കാം ഓരോ സെല്ലിന്റെ ഷേപ്പ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ഓടായിട്ട് തോന്നുന്നത് ഇത് രണ്ടും ആയിരിക്കും, ബാക്കിയെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് അല്ലെ. അപ്പോ ഇത് രണ്ടും ഓർത്ത് വെക്കാം. ട്രക്കീഡ് സെല്ല് ഇലോങ്ങേറ്റഡ് ആണ്, കൊളംനാർ എപ്പിത്തീലിയം പാലിസേഡും ആണ്. ഓക്കെ, ഇനി സൈസ് ഓഫ് സെല്ല്, ഇതൊന്ന് കുറച്ച് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഫസ്റ്റ് നോക്കാം, എന്നിട്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോഡോ കാര്യങ്ങളോ വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. സൈസ് ഓഫ് സെല്ല്, ഇതിൽ ഏറ്റവും കൂടിയതും കുറഞ്ഞതും എങ്കിലും ഒന്ന് ഓർത്ത് വെച്ച് പഠിക്കുക. മൈക്രോപ്ലാസ്മയുടെ സൈസ് എന്ന് പറയുന്നത് 0.3 മൈക്രോമീറ്റർ ആണ്. മൈക്രോമീറ്റർ എന്ന് പറയുമ്പോൾ 10⁻⁻6 മീറ്റർ ആണ്. ഓക്കെ, അതായത് 1/10⁻6 മീറ്റർ അല്ലെ, അത്രയും പോയിന്റ് ബാക്കോട്ട് വരുന്ന ആ മീറ്ററിൽ നിന്ന് നമ്മൾ 6 അല്ലെ 10⁻6 അത്രയും പൂജ്യങ്ങൾ 6 പൂജ്യങ്ങൾ മാറ്റി ഒരു ഡെസിമൽ നമ്മൾ കുത്തിയാൽ അതാണ് 0.3 മൈക്രോമീറ്റർ എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ ബാക്ടീരിയൽ സെല്ലായാലും പല മൈക്രോ ബയോളജിക്കൽ ഡയമെൻഷൻ എല്ലാം തന്നെ നമ്മൾ പറയുന്നത് ഏത് ടേംസിലാണ്? മൈക്രോമീറ്ററിലാണ്. അപ്പോ PPLOയുടെ സൈസ് വരുന്നത് 0.1 മൈക്രോമീറ്റർ ആണ്. ഓക്കെ, അപ്പം ഫൈറ്റോപ്ലാസ്മിക് ലൈക്ക് ഓർഗാനിസത്തിനാണ് നമ്മൾ PPLO എന്ന് പറയുന്നത്. അതേപോലെ വൈറസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഷേപ്പ് അല്ല, സൈസ് എന്ന് പറയുന്നത് 0.02 to 0.2 മൈക്രോമീറ്റർ ആണ്. ഇനി ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ബാക്ടീരിയൽ സെൽ നമ്മൾ എടുക്കുകയാണ്. ടിപ്പിക്കൽ ആയിട്ടുള്ള ബാക്ടീരിയൽ സെല്ലിന്റെ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 1 to 2 മൈക്രോമീറ്റർ ആണ്. ഏകദേശം 0.3 മുതൽ 5 മൈക്രോമീറ്റർ വരെ ആ ഒരു റേഞ്ച് പോകാം. ഇനി നമ്മളൊരു യൂക്കാരിയോട്ടിക് സെല്ലിലേക്ക് കടക്കുകയാണ്. യൂക്കാരിയോട്ടിക് സെല്ലിന്റെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു സൈസ് ഓഫ് യൂക്കാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് 10 to 20 മൈക്രോമീറ്റർ ആണ്. റേഞ്ച് വരാൻ സാധ്യതയുള്ളത് 5 മുതൽ 100 മൈക്രോമീറ്റർ വരെയാണ്. ഇനി നമ്മൾ സാധാ ഒരു ബാക്ടീരിയൽ സെല്ലിനെ പറ്റിയിട്ട് പറയാം. ബാക്ടീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ബാക്ടീരിയ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? 3 to 5 മൈക്രോമീറ്റർ ആണ്. ഇപ്പൊ ബാക്ടീരിയൽ സെല്ല്, ബാക്ടീരിയ, യൂക്കാരിയോട്ടിക് സെൽ എന്ന് എടുത്തു പറഞ്ഞാലാണ് ഏരിയ റേഞ്ച് എഴുതുക. ബാക്ടീരിയ എന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ 3 to 5 മൈക്രോമീറ്റർ ആണ് വരുന്നത്. ഇനി RBC, ന്യൂറോൺ അങ്ങനെയുള്ള കുറച്ച് സെല്ലിന്റെ കൂടി സൈസ് ഒന്ന് ഓർത്തു വെക്കുക. RBCയുടെ സൈസ് വരുന്നത് 7 മൈക്രോമീറ്റർ ആണ്. ന്യൂറോൺ നമ്മൾ മുമ്പേ കണ്ടല്ലേ, ബ്രാഞ്ച്ഡ് ഷേപ്പ് ഓഫ് സെൽ ആണെന്ന് പറഞ്ഞു അല്ലെ, ലോങ് ആൻഡ് ബ്രാഞ്ച്ഡ് ആണെന്ന് പറഞ്ഞു, ലെങ്തി ആൻഡ് ബ്രാഞ്ച്ഡ്. ലെങ്തി ആൻഡ് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ന്യൂറോണിന്റെ സൈസ് എത്രയാണ് വരുന്നത്? 90 സെന്റിമീറ്റർ ആണ്. ഇത് ഓർത്ത് വെക്കുക. നമ്മൾ ഇത്രയും നേരം പഠിച്ചെന്തായിരുന്നു? മൈക്രോമീറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ 10⁻⁻6 മീറ്റർ ആയിരുന്നു പറഞ്ഞത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് 90 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്? 90 സെന്റിമീറ്റർ, ദാറ്റ് ഈസ് 0.9 മീറ്റർ ആണ് അല്ലെ, 90 സെന്റിമീറ്റർ. അപ്പോ ആ ഒരു വ്യത്യാസം ഓർക്കുക. ന്യൂറോൺ 90 സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ 0.9 മീറ്റർ ആണ്. ഇനി ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, കോശം എന്ന് പറയുന്നതാണ് ലിവിങ് ഓർഗാനിസത്തിന്റെ അടിസ്ഥാന ഘടകം, അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലിവിങ് ഓർഗാനിസം എന്ന് പറയുന്നത് ഓരോ സെല്ലുകളാണ്. ഈ ഓരോ ഈ സെല്ലുകൾ എന്താണ് ശരിക്കും? ഈ സെല്ലുകൾ മോഡിഫൈ ചെയ്തിട്ടാണ് ഒരു സൈഗോട്ട് അല്ലെങ്കിൽ എംബ്രയോ ഉണ്ടാവുന്നത്. അപ്പൊ എഗ് ഓഫ് ഓസ്ട്രിച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു അല്ലെ, എഗ് ഓഫ് ഓസ്ട്രിച്ച് എന്താണ്? പുതിയ ഓഫ്സ്പ്രിങ്സിനെ ഓസ്ട്രിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ എഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗാമീറ്റ് അല്ലെ എഗ് ഓഫ് ഓസ്ട്രിച്ച് സെല്ലിന്റെ മോഡിഫിക്കേഷൻ ആണ്. അപ്പൊ ലാർജസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഓസ്ട്രിച്ചിന്റെ എഗ് ആണ്. ഏകദേശം 17.5 തൊട്ട് 15 സെന്റിമീറ്റർ വരെയാണ് ഓസ്ട്രിച്ച് എഗിന്റെ സൈസ് വരുന്നത്. എത്രയാണ്? 17.5 into 15 സെന്റിമീറ്റർ. അപ്പൊ ആ ഒരു സ്ഫെറിക്കൽ ഷേപ്പ് ആയതുകൊണ്ടാണ് ആ ഒരു ഡയമെൻഷൻ വന്നിരിക്കുന്നത്. ഈ ഹ്യൂമൻ സ്പേമിന്റെ സൈസ് നോക്കാം. 60 മൈക്രോമീറ്റർ ആണ് വരുന്നത് ഹ്യൂമൻ സ്പേമിന്റെ.
ഹ്യൂമൻ എഗ് ആണെങ്കിലോ 100 മൈക്രോമീറ്റർ വരും. ഇനി അസറ്റാബുലേറിയ സൈസ് എടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ 10 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ, ഈ സെൽ തിയറിക്ക് ഉള്ള കുറച്ച് ഒബ്ജക്ഷനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒബ്ജക്ഷൻ ടു സെൽ തിയറി. ഇപ്പൊ ചില സെൽസിന്റെ കേസിൽ, ചില ലിവിങ് ഓർഗാനിസത്തിന്റെ കേസസിൽ ഈ ഒരു സെൽ തിയറി പറഞ്ഞതിൽ ചില ഒബ്ജക്ഷൻസുകൾ ഉണ്ട്. ആ ഒബ്ജക്ഷൻസുകൾ ഏതൊക്കെ ലിവിങ് ഓർഗാനിസത്തിലാണെന്ന് നോക്കിയാലോ. ഒന്നാമത്തേത് വൈറസ്, വൈറോയിഡ്സ് ആൻഡ് പ്രയോൺസ്. വൈറോയിഡ്സ് ആൻഡ് പ്രയോൺസ് ഇവർക്കൊന്നും സെൽ തിയറിയിൽ പറയുന്ന രീതിയിലുള്ള സെല്ലിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ സെൽ ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റന്റ് സെൽ, ഇങ്ങനെ പല പ്രസ്താവനകളും ഈ വൈറസ്, വൈറോയിഡ്സ് ആൻഡ് പ്രയോൺസിന്റെ കാര്യത്തിൽ ഇല്ല. ഓക്കെ, അപ്പൊ അതേപോലെ RBC സീവ് ട്യൂബ് അല്ലെ, RBC സീവ് ട്യൂബിലൊക്കെ എന്താണ്, ന്യൂക്ലിയസ് മെച്യൂർ ആവുന്ന സ്റ്റേജുകളിൽ ഒരു മെച്യൂർഡ് RBCയിലും സീവ് ട്യൂബിലും ഒന്നും ന്യൂക്ലിയസ് ഇല്ല. അപ്പം ഒരു സെല്ലായ നമുക്കറിയാം ന്യൂക്ലിയസ് വേണം എന്നുള്ളത്. അതാണ് നമ്മൾ സെൽ തിയറിയിൽ പറഞ്ഞത് അല്ലെ. അപ്പോൾ ഒബ്ജക്ഷൻ ടു സെൽ തിയറി എന്ന് പറയുമ്പോൾ ആ സെൽ തിയറിയെ ലംഘിക്കുന്ന രീതിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഒബ്ജക്ഷൻ ടു സെൽ തിയറി എന്ന് പറയുന്നത്. അപ്പൊ എവിടെയാണ് സെൽ തിയറിക്ക് ഒബ്ജക്ഷൻ വന്നത്? ന്യൂക്ലിയസ് ഇല്ല, RBCയിലും സീവ് ട്യൂബിലുമാണ് ന്യൂക്ലിയസ് ഇല്ലാത്തത്. ഇനി റൈസോപ്പസ്, വോച്ചേറിയ എന്നീ ഓർഗാനിസം ഇവരൊക്കെ സീനോസൈറ്റിക് ആണ്. സീനോസൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സീനോസൈറ്റിക് ദാറ്റ് ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ്. ഒരു സെല്ലിൽ തന്നെ ന്യൂക്ലിയസ് 2 എണ്ണം വരികയാണ് അല്ലെങ്കിൽ 3 എണ്ണം വരികയാണ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് എന്നാ പറയുന്നത് അല്ലെ. മൾട്ടി ന്യൂക്ലിയേറ്റഡ് എന്ന് പറയുമ്പോൾ അതില് 2 എന്നല്ല, 2, 3, 4 എത്ര വേണമെങ്കിലും വരാം. അപ്പൊ സീനോസൈറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നിൽ കൂടുതൽ അല്ലെ 2ൽ കൂടുതലോ ന്യൂക്ലിയസ് വരുന്ന സ്റ്റേജുകൾ വരുന്ന എക്സാമ്പിൾസ് ആണ് റൈസോപ്പസ് സെൽസ് ആൻഡ് വോച്ചേറിയ സെൽസ്. മേ ബി ഇത് റീപ്രൊഡക്ഷന്റെ സമയത്താവും, അല്ലെങ്കിൽ താലസിന്റെ ഒറിജിനൽ സീനോസൈറ്റിക് കണ്ടീഷൻസ് ഉണ്ടാവും. മറ്റൊരു ഒബ്ജക്ഷൻ ആണ് കണക്റ്റീവ് ടിഷ്യൂ. നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്റർസെല്ലുലാർ റൗണ്ട് പാർട്ടിക്കിൾസ് കണക്റ്റീവ് ടിഷ്യൂല് കൂടുതലാണ്. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ജോയിന്റ്സിനെയൊക്കെ കണക്ട് ചെയ്യുന്ന ടിഷ്യൂസ് അല്ലെ, ഹ്യൂമൻ ബോഡി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഉണ്ട്. ഈ കണക്റ്റീവ് ടിഷ്യൂസിന്റെ കാര്യത്തില് വളരെയധികം ഇന്റർസെല്ലുലാർ റൗണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ സാധാരണ ഒരു സെല്ലില് നമ്മൾ പറയുന്നതിനെക്കാട്ടിലും ഇന്റർസെല്ലുലാർ റൗണ്ട് പാർട്ടിക്കിൾസ്. ഇന്റർസെല്ലുലാർ എന്ന് പറയുമ്പോൾ എന്താണ്? സെല്ലുകൾക്ക് ഇൻ ബിറ്റ്വീൻ റൗണ്ട് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ സെൽ തിയറിയിൽ നിന്നും ഒരു ഒബ്ജക്ഷൻ ആയിട്ട് പറയാം. സെൽ ഇൻവോൾവ് ഇൻ പ്രൊട്ടക്ഷൻ. അപ്പോൾ പ്രൊട്ടക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന സെൽസിന്റെ കാര്യത്തിലും ചില ഒബ്ജക്ഷൻ ഉണ്ട്. സ്കിൻ സെൽ, കോർക്ക് സെൽ. ഈ 2 സെല്ല് നമ്മൾ നോക്കുകയാണെങ്കിൽ, കോർക്ക് സെൽ നമ്മൾ പറയുകയാണെങ്കിൽ ഫെല്ല. ഈ സ്കിൻ സെല്ലിലെയും കോർക്ക് സെല്ലിലെയും കാര്യം നോക്കുകയാണെങ്കിൽ ഹാർഡ് ആൻഡ് ഡെഡ് ആയിട്ടുള്ള സെല്ലാണ്. നമ്മുടെ സ്കിന്ന്, നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്കിന്നിൽ എവിടെയെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു സൂചി കൊണ്ടൊന്ന് ആദ്യം ഒന്ന് കുത്തി കഴിഞ്ഞാൽ വലിയ പ്രഷർ അല്ല ഉണ്ടെങ്കിൽ നമുക്ക് പെയിൻ എടുക്കില്ല. കാരണം എന്താണ്? നമ്മുടെ സ്കിൻ സെൽസ് ഡെഡ് സെല്ലാണ്. അപ്പം പൊതുവെ ഹാർഡുമാണ്. കോർക്ക് സെല്ല് ഹാർഡാണ്. അതേപോലെ നമ്മൾ സ്കിൻ സെല്ല് നോക്കുകയാണെങ്കിൽ പതിവിലും ഹാർഡുമാണ്, ഡെഡുമാണ് അല്ലെ. ജീവനില്ലാത്ത കോശങ്ങളിൽ നമുക്ക് ഒരു പിന്നോണ്ട് കുത്തിയാൽ എന്താണ്? നമുക്ക് വേദന എടുക്കില്ല അല്ലെ. ഇനി അസറ്റാബുലേറിയ നോക്കുകയാണെങ്കിൽ, അസറ്റാബുലേറിയ എന്നൊരു ഓർഗാനിസം നമ്മൾ നോക്കുകയാണെങ്കിൽ അസെല്ലുലാർ ആണ്. സെൽ എന്നൊരു ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അസറ്റാബുലേറിയ എന്ന ഓർഗാനിസത്തിനില്ല. അസറ്റാബുലേറിയ എന്നുള്ള ആ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഓർഗാനിസത്തിന് സെൽ എന്ന ഒരു സ്ട്രക്ചർ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ്